കാരാകാരം മെല്ലെ വലിച്ചു തുറന്നു പുറത്തുള്ളഴകിൻ പരമോത്സവമൊരു നോക്കാൽ കണ്ടു കുളിർക്കുന്നു നരഹൃദയം പാവം മാനവഹൃദയം ആരു ചവിട്ടി താഴ്ത്തിലും അഴലിൻ പാതാളത്തിലൊളിക്കിലുമേതോ പൂർവസ്മരണയിൽ ആഹ്ലാദത്തിൻ ലോകത്തെത്തും ഹൃദയം പാവം മാനവഹൃദയം ഒരു താരകയെ കാണുമ്പോൾ അത് രാവു മറക്കും പുതുമഴ കാൺകെ വരൾച്ച മറക്കും പാഴ്ചിരി കണ്ടത് മൃതിയെ മറന്നു രസിച്ചേ പോകും പാവം മാനവഹൃദയം ഇരുളിൻ കാരാകാരം മെല്ലെ വലിച്ചു തുറന്നു പുറത്തുള്ളഴകിൻ പരമോത്സവമൊരു നോക്കാൽ കണ്ടു കുളിർക്കുന്നു നരഹൃദയം പാവം മാനവഹൃദയം. പ്രിയമുള്ളവരെ, ഇന്ത്യയിൽ ആദ്യമായി സുഗതകുമാരി ടീച്ചറിന് ഒരു സ്മൃതിയിടം ഒരുക്കിയത് നെയ്യാറ്റിൻകര നഗരസഭയാണ്. അതിനൊരു കാരണമുണ്ട്. സുഗതകുമാരി ടീച്ചറിൻ്റെ അച്ഛൻ ബോധേശ്വരൻ പിറന്നത് ഇതിന് തൊട്ടപ്പുറത്താണ്. ഈ സ്മൃതി ഇതിൻ്റെ ആ റോഡിന് അപ്പുറത്തെ സൈഡാണ്. ജയ ജയ കോമള കേരളധരണി ഒക്കെ എഴുതുമ്പോൾ ഈ നെയ്യാറിൻ്റെ കുളിരിൽ മുങ്ങി നിവർന്ന ഒരു അനുഭവം അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ടാണ് സുഗതകുമാരി ടീച്ചർ എൻ്റെ ശരീരത്തിൽ നിങ്ങൾ റീത്തോ മറ്റു ഒന്നും വയ്ക്കേണ്ട, പക്ഷേ എൻ്റെ അച്ഛൻ അലിഞ്ഞ മണ്ണിൽ എന്നെയും കൂടെ ലയിപ്പിക്കണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ നമ്മുടെ ഇവിടുത്തെ CPM ഒരു വലിയ നേതാവായ ഈ കേശവൻകുട്ടി എന്ന അദ്ദേഹത്തിൻ്റെ ഇളയച്ഛൻ്റെ മകൻ ഇവിടെ നിന്ന് ആ ശരീരത്തിൻ്റെ അവസാനത്തെ ഇത്തിരി പൊടി ഈ നെയ്യാറിൻ്റെ മണ്ണിൽ അച്ഛനെ ലയിപ്പിച്ച മണ്ണിൽ ചേർത്ത് നെയ്യാറിൻ്റെ ഈ മകളെ ഇവിടെ തന്നെ ഒന്ന് ഓർമ്മിക്കുവാനായി ഇങ്ങനെ ഒരു ഒരുക്കം നഗരപിതാവ് TK രാജ്മോഹൻ സാർ നേതൃത്വം ചെയ്തു. അതിൽ കണിക്കൊന്ന അത് ഇവിടെ നട്ടുപിടിപ്പിച്ചതല്ല, അത് അക്ഷയ കോംപ്ലക്സിൻ്റെ അകത്ത് ഈ ഒരു ഇടത്തിൽ അങ്ങനെ വന്നതാണ്. ഇവിടെ എല്ലാ ആഴ്ചയും കുറഞ്ഞത് ഇതിൻ്റെ സൂക്ഷിപ്പുകാരൻ കൂടിയാണ് നമ്മുടെ ഫോട്ടോഗ്രാഫർ അജയ് അരിയപ്പുറം. ഇവിടെ എല്ലാ ആഴ്ചയും 3ഉം 4ഉം പുസ്തക പ്രകാശനം ഇതേ അമ്മയെ സാക്ഷിയാക്കി ഇവിടെ വെച്ച് നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടം ഇപ്പോൾ നെയ്യാറ്റിൻകരയിലെ ഒരു വലിയ സാംസ്കാരിക ഇത് എല്ലാ വെളിച്ചവും ഒക്കെ വരുമ്പോൾ അത് വേറൊരു ആംബിയൻസാണ്. പക്ഷേ നമുക്ക് നെയ്യാറ്റിൻകര വാസുദേവ സാറിനെ കാണാതെ പോകാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങോട്ട് നമ്മൾ പോകുന്നു. അതുകൊണ്ടാണ് ഇവിടെ മറ്റൊരുക്കങ്ങൾ ഇല്ലാതെ പോയത്. അദ്ദേഹവും നമ്മുടെ കൂടെ ആയിരുന്നല്ലോ. അപ്പോൾ എന്തൊക്കെയാണെങ്കിലും ഇതൊക്കെയാണ് ഞാൻ ചിലപ്പോഴൊക്കെ ഇവിടെ നിന്നൊക്കെ വല്ല പോസ്റ്റ് ചെയ്യുമ്പോൾ ഇതെവിടെ ആണെന്നൊക്കെ പലരും ചോദിക്കും. നിങ്ങൾക്കും ഇത് ചിത്രമായി എടുക്കാം, പോസ്റ്റ് ചെയ്യാം. സുഗത സ്മൃതി.